എല്ലാവർക്കും എജുലൈറ്റ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 2025 ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കപ്പോൾ നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. 2025 ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം 2025 എന്ന വർഷം ഏതൊക്കെ കാര്യങ്ങളുടെ വർഷമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് എന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് 2025 നമ്മൾ അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് ദിനമായി വർഷമായി ആചരിക്കുന്നു. അതുപോലെ ഹിമാനികളുടെ സംരക്ഷണ വർഷമായിട്ട് 2025 ആചരിക്കുന്നു. അതേപോലെ തന്നെ അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ടും 2025 ആചരിക്കുന്നുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളുടെ വർഷമായിട്ടാണ് 2025 ആചരിക്കുന്നത്. ഒന്ന് അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷമായിട്ട്, മറ്റൊന്ന് ഹിമാനികളുടെ സംരക്ഷണ വർഷം, അടുത്തത് അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ടും ആചരിക്കുന്നു. ദെൻ അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഒരു പേരാണ് കൊനേരു ഹംപി. കൊനേരു ഹംപിക്ക് ഇപ്രാവശ്യം കൊനേരു ഹംപി എന്ന് പറയപ്പെടുന്നത് ഇപ്രാവശ്യത്തെ ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം ലഭിച്ചത് ഇന്ത്യക്കാരിയായ കൊനേരു ഹംപിക്കാണ്. എന്താണ് ലോക ചെസ് റാപ്പിഡ് കിരീടം? ലോക ചെസ് റാപ്പിഡ് കിരീടം ലഭിച്ചത് ആർക്കാണ്? കൊനേരു ഹംപിക്കാണ്. അടുത്തത് നമ്മൾ 2025 റിപ്പബ്ലിക് ഡേന്റെ കുറച്ച് പ്രാധാന്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 2025 റിപ്പബ്ലിക് ഡേയുടെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയ പ്രൊബേവോ സുബിയാന്തോ ആയിരുന്നു അന്ന് 2025 റിപ്പബ്ലിക് ഡേയുടെ മുഖ്യ അതിഥി. ആരായിരുന്നു? പ്രൊബേവോ സുബിയാന്തോ. ദെൻ അടുത്തത് 2025 റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് നമ്മുടെ 76ാമത്തെ റിപ്പബ്ലിക് ദിനമായിരുന്നു. ഏത്? 2025 റിപ്പബ്ലിക് ഡേ. എന്നാൽ 75ാം റിപ്പബ്ലിക് വാർഷികമായിരുന്നു. ഏത്? 2025 റിപ്പബ്ലിക്. ദെൻ നമ്മൾ പ്രൊബേവോ സുബിയാന്തോ ആയിരുന്നു ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയ പ്രൊബേവോ സുബിയാന്തോ ആയിരുന്നു മുഖ്യ അതിഥി എന്ന് പറഞ്ഞു. അതേ കൂടെ തന്നെ നമ്മളെ 2025 റിപ്പബ്ലിക് ഡേക്ക് വേറൊരു അതിഥി കൂടി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരാളെയും കൂടെ നമ്മൾ ക്ഷണിച്ചിരുന്നു. അത് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യമായിട്ട് ഒരു ആദിവാസി രാജാവ് 2025 റിപ്പബ്ലിക് ഡേക്ക് അതിഥിയായി എത്തിയിരുന്നു, അല്ലെങ്കിൽ ക്ഷണം ലഭിച്ചിരുന്നു. അദ്ദേഹമാണ് രാമൻ രാജമന്നൻ. ആദ്യമായിട്ട് ഒരു ആദിവാസി രാജാവ് റിപ്പബ്ലിക് ഡേയിൽ പങ്കെടുക്കുന്നത് അദ്ദേഹമാണ്. അത് രാമൻ രാജമന്നൻ. ദെൻ 2025 റിപ്പബ്ലിക് ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് സ്വർണിം ഭാരത് വിരസത് और വികാസ്. സ്വർണിം ഭാരത് എന്തായിരുന്നു പ്രമേയം? സ്വർണിം ഭാരത് വിരസത് और വികാസ്. 2025 റിപ്പബ്ലിക് ഡേയുടെ പ്രമേയം സ്വർണിം ഭാരത് വിരസത് और വികാസ്. മുഖ്യ അതിഥി പ്രൊബേവോ സുബിയാന്തോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു. 26ാമത്തെ റിപ്പബ്ലിക് ദിനമായിരുന്നു. 75ാമത്തെ റിപ്പബ്ലിക് വാർഷികമായിരുന്നു 2025 റിപ്പബ്ലിക് ഡേ. ദെൻ
2025 റിപ്പബ്ലിക് ഡേക്ക് ഒരു അതിഥി കൂടി ഉണ്ടായിരുന്നു. ആരായിരുന്നു? ആദ്യമായിട്ട് ഒരു ആദിവാസി രാജാവ് നമ്മളുടെ റിപ്പബ്ലിക് ഡേക്ക് അതിഥിയെ എത്തി. അദ്ദേഹമാണ് ആര്? രാമൻ രാജമന്നൻ. ദെൻ നമ്മള് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ മുഖ്യ അതിഥിയായി വന്നതുപോലെ തന്നെ ഒരു വിദേശ രാജ്യത്തിന്റെ ആർമിയും റിപ്പബ്ലിക് ഡേക്ക് പങ്കെടുത്തിരുന്നു. അതും ഇന്തോനേഷ്യന്റെ സൈന്യം തന്നെയായിരുന്നു 2025 റിപ്പബ്ലിക് ഡേക്ക് പങ്കെടുത്തിരുന്നു. ആദ്യമായിട്ടാണ് ഒരു വിദേശ രാജ്യം ഒരു ദേശീയ ദിനത്തിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ റിപ്പബ്ലിക് ഡേന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് വാർഷികങ്ങൾ പഠിക്കാം. വാർഷികങ്ങൾ നോക്കുമ്പം 2025 ജനുവരിയിലാണ് 75ാം ചരമവാർഷികമായി 2025 ജനുവരിയിലാണ് ഡോക്ടർ പൽപുവിന്റെ 75ാം ചരമവാർഷികം ആചരിച്ചത് 2025 ജനുവരിയിലാണ്. 2025 ജനുവരിയിലാണ് ഡോക്ടർ പൽപുവിന്റെ 75ാം ചരമവാർഷികം ആചരിച്ചത്. 75ാം ചരമവാർഷികം 2025 ജനുവരിയിലാണ് ഡോക്ടർ പൽപു. ഡോക്ടർ പൽപു എന്ന് പറഞ്ഞാല് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നവോത്ഥാന നേതാവാണ്. അദ്ദേഹത്തിന്റെ 75ാം ചരമവാർഷികമായിരുന്നു 2025 ജനുവരിയിൽ. മറ്റൊന്ന് അച്ചിപ്പുടവ സമരനായകനായ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 200ാം ജന്മവാർഷികവും 2025 ജനുവരിയിലായിരുന്നു. ഇരുന്നൂറാം ജന്മവാർഷികമായിരുന്നു 2025 200ാം ജന്മദിന വാർഷികമായിരുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കരുടേത്. അപ്പം അദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നവോത്ഥാന നേതാവായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അദ്ദേഹത്തിന്റെ അച്ചിപ്പുടവ സമര നേതാവ് എന്ന നിലയിലൊക്കെ അദ്ദേഹം വളരെ പ്രസിദ്ധനായിരുന്നു. ദെൻ അടുത്തത് നമ്മൾ പറയുന്നത് ഇന്ന് 2025 ജനുവരിയുടെ തുടക്കത്തോടു കൂടി തന്നെ 2025 ജനുവരിയില് പ്രേം നസീർ അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത്. പ്രേം നസീർ അച്ചീവ്മെന്റ് അവാർഡ് 2025 പ്രേം നസീർ അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് ജഗതി ശ്രീകുമാറിനാണ്. 2025 പ്രേം നസീർ അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ്. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് ജഗതി ശ്രീകുമാറിനാണ്. ദെൻ അടുത്തത് പ്ലാസ്റ്റിക് മാലിന്യം ഇറക്കുമതി നിർത്തലാക്കിയ രാജ്യമായിരുന്നു. 2025 പ്ലാസ്റ്റിക് മാലിന്യം ഇറക്കുമതി നിർത്തലാക്കിയ രാജ്യമാരായിരുന്നു? തായ്ലൻഡ്. പ്ലാസ്റ്റിക് മാലിന്യ ഇറക്കുമതി നിർത്തലാക്കിയ രാജ്യമാര് ആണ്? തായ്ലൻഡ്. 2025 പ്ലാസ്റ്റിക് മാലിന്യ ഇറക്കുമതി നിർത്തലാക്കിയ രാജ്യം തായ്ലൻഡ് ആണ്. അടുത്തത് 2025 25ാം വാർഷികം ആഘോഷിച്ച തമിഴ്നാട്ടിലെ ഒരു പ്രതിമയുണ്ട്. അതാണ് ഏത്? തിരുവള്ളൂർ പ്രതിമ. തിരുവള്ളൂർ പ്രതിമ 25ാം വാർഷികം. ഒരു പ്രതിമയുടെ 25ാം വാർഷികം തമിഴ്നാട്
ആഘോഷിച്ചിരുന്നു. അത് 2025 ജനുവരിയിലായിരുന്നു. അത് ഏതാണ്? തിരുവള്ളൂർ പ്രതിമയാണ്. അടുത്തത് നമ്മൾ പറയുന്നത് കേരള കലാമണ്ഡലത്തിന്റെ ഒന്നാണ്. കേരള കലാമണ്ഡലത്തിലെ ആദ്യത്തെ നൃത്ത അധ്യാപകനായിട്ട് ആര് ചുമതലയേറ്റു? RLV രാമകൃഷ്ണൻ. കേരള കലാമണ്ഡലത്തിലെ ആദ്യത്തെ നൃത്ത അധ്യാപകനായിട്ട്, ആദ്യത്തെ പുരുഷ നൃത്ത അധ്യാപകനായിട്ട് ആര് ചുമതലയേറ്റു? RLV രാമകൃഷ്ണൻ. RLV രാമകൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടെ എഴുതാം. RLV രാമകൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട നടനായ കലാഭവൻ മണിയുടെ സഹോദരനായ RLV രാമകൃഷ്ണനാണ് കേരള കലാമണ്ഡലത്തിലെ ആദ്യത്തെ പുരുഷ നൃത്ത അധ്യാപകനായിട്ട് ചുമതലയേറ്റത് ആരാണ്? RLV രാമകൃഷ്ണൻ. അടുത്തത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ CRPFന്റെ പുതിയ മേധാവിയായിട്ട് വിതുൽ കുമാർ ചുമതലയെടുത്തു. ആരാണ്? വിതുൽ കുമാർ. CRPF സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെ മേധാവിയായിട്ട് വിതുൽ കുമാർ ചുമതലയേറ്റു. പിന്നെ അടുത്തത് കുറച്ച് കായിക പുരസ്കാരങ്ങളാണ്. കായിക പുരസ്കാരങ്ങളിൽ ഏറ്റവും പരമോന്നത കായിക പുരസ്കാരമായി നമ്മൾ കരുതുന്ന ഏതാ? ഖേൽരത്ന പുരസ്കാരമാണ്. 2025 ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് ഹർമൻ പ്രീത് സിംഗിനാണ്. ആരാണ്? ഹർമൻ പ്രീത് സിംഗ്. ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് ഹർമൻ പ്രീത് സിംഗിനാണ്. ഹർമൻ പ്രീത് സിംഗ് എന്ന് പറയുന്ന ആരാ? ഹോക്കി ടീം ക്യാപ്റ്റൻ ആയിരുന്നു. ഹോക്കി ടീം ക്യാപ്റ്റൻ ആയിരുന്നു. അടുത്തത് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? S മുരളീധരൻ. ദ്രോണാചാര്യ പുരസ്കാരം മലയാളിയായ S മുരളീധരനാണ് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത്. ദ്രോണാചാര്യ പുരസ്കാരം മികച്ച കായിക പരിശീലകന് ലഭിക്കുന്ന പുരസ്കാരമാണ്. ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത് S മുരളീധരനാണ്. അദ്ദേഹം മലയാളിയായ ബാഡ്മിന്റന്റെ കോച്ചാണ്. പിന്നെ അതേപോലെ തന്നെ ഖേൽരത്ന പുരസ്കാരം ഹർമൻ പ്രീത് സിംഗിന് ലഭിച്ചു. അതേപോലെ D യുഗേഷിനും മനു ഭാസ്കറിനും കൂടെ ഉണ്ട്. D യുഗേഷ്, മനു ഭാസ്കർ. ഹർമൻ പ്രീത് സിംഗ്, D യുഗേഷ്, മനു ഭാസ്കർ. ഖേൽരത്ന പുരസ്കാരം 2024 ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് ഹർമൻ പ്രീത് സിംഗ്, D യുഗേഷ്, മനു ഭാസ്കർ. ഇവർക്ക് മൂന്നാൾക്കാണ് 2025 ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. കായിക പുരസ്കാരങ്ങളിൽ പരമോന്നത പുരസ്കാരം എന്ന് പറയുന്ന ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ഹർമൻ പ്രീത് സിംഗ് ആരാണ്? അദ്ദേഹം ഒരു ഹോക്കി ടീം ക്യാപ്റ്റൻ ആണ്. D യുഗേഷ് എന്നാണ്. D യുഗേഷ് അദ്ദേഹം ലോക ചെസ് ചാമ്പ്യൻ ആണ്. അതേപോലെ മനു ഭാസ്കർ ഷൂട്ടിംഗ് താരമാണ്. പരിശീലകർക്ക് ലഭിക്കുന്ന ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത് ബാഡ്മിന്റൺ കോച്ചായ മലയാളിയായ S മുരളീധരനാണ്. അടുത്തത് അർജുന അവാർഡ്. അർജുന അവാർഡ് 2025 അർജുന അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സാജൻ പ്രകാശനാണ്. സാജൻ പ്രകാശനാണ് 2025 അർജുന അവാർഡ് ലഭിച്ചത്. സാജൻ പ്രകാശ് മലയാളി നീന്തൽ താരമാണ്. സാജൻ പ്രകാശ് എന്ന് പറയുന്നത് മലയാളിയായ നീന്തൽ താരമാണ്. ആര്? സാജൻ പ്രകാശ്.
അടുത്തത് നമ്മൾ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശിവപ്രതിമ ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല ശിവപ്രതിമ നിർമ്മിക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അത് വരുന്നത് കണ്ണൂരിലെ തളിപ്പറമ്പ് എന്ന സ്ഥലത്തെ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വെങ്കലത്തിലുള്ള ശിവ പ്രതിമ അല്ലെങ്കിൽ ശിവന്റെ ശില്പം വരുന്നത്. എവിടെയാണ്? തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ. രണ്ടായിരത്തി 2025 തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം നിർമ്മിക്കുന്നത്. അടുത്തത് ഇന്ത്യയുടെ ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം നിസാമാബാദ് ആന്ധ്രാപ്രദേശിലെ നിസാമാബാദായി പ്രഖ്യാപിക്കുന്നതും 2025 ജനുവരിയിലാണ്. ദേശീയ മഞ്ഞൾ ബോർഡ് അല്ലെ സെൻട്രൽ ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? നിസാമാബാദ്. ദേശീയ മഞ്ഞൾ ബോർഡ് നിസാമാബാദിലാണ് വരുന്നത്. 2025 ജനുവരിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗമായിട്ട് ചുമതലയേറ്റ ആളാണ് ആര്? വി ഗീത അന്താരാഷ്ട്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗമായിട്ട് ചുമതലയേറ്റു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി ചുമതലയേറ്റു ആര്? വി ഗീത. 2025 ജനുവരിയിലാണ് വി ഗീത സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗമായിട്ട് ചുമതലയേറ്റത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ ചെയർപേഴ്സണെ ഒന്നും കൂടെ നമുക്കൊന്നും ഇവിടെ നോക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അലക്സാണ്ടർ തോമസ് ആണ്. ആരാണ്? അലക്സാണ്ടർ തോമസ്. അടുത്തത് 2025 ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു രോഗത്തെ കുറിച്ചാണ് പറയുന്നത്. 2025 ജനുവരിയിൽ മഹാരാഷ്ട്രയിൽ പുതിയൊരു രോഗം റിപ്പോർട്ട് ചെയ്തു. രോഗത്തിന്റെ പേര് ഗില്ലെയിൻ ബാരെ സിൻഡ്രോം എന്നാണ്. ഗില്ലെയിൻ ബാരെ സിൻഡ്രോം. ഗില്ലെയിൻ ബാരെ സിൻഡ്രോം മഹാരാഷ്ട്രയിലാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. 2025 ജനുവരിയിൽ ആദ്യമായിട്ട് മഹാരാഷ്ട്രയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു രോഗമാണ് ഇത്, ഗില്ലെയിൻ ബാരെ സിൻഡ്രോം. ഗില്ലെയിൻ ബാരെ സിൻഡ്രോമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സാധാരണ രോഗപ്രതിരോധ സംവിധാനം നമ്മളെ പെരിഫറൽ സിസ്റ്റത്തെ കയറി ആക്രമിക്കുന്ന ഒരു രോഗമാണിത് ഗില്ലെയിൻ ബാരെ സിൻഡ്രോം എന്ന് പറയുന്ന രോഗം. ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിലാണ്. 2025 ജനുവരിയിലാണ് ഈ ഒരു രോഗം മഹാരാഷ്ട്രയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് ഉച്ചഭാഷിണികൾ. ഉച്ചഭാഷിണികളുടെ ഉപയോഗം മതത്തിന്റെ അവിഭാജ്യ ഘടകമല്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോർട്ടാണ് ഇത്? ബോംബെ ഹൈക്കോർട്ട്. ഉച്ചഭാഷിണികൾ മതത്തിന്റെ അവിഭാജ്യ ഘടകമല്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോർട്ടാണ് ഇത്? ബോംബെ ഹൈക്കോർട്ട്. ഉച്ചഭാഷിണികൾ
അവിഭാജ്യ ഘടകമല്ല എന്ന് പ്രഖ്യാപിച്ച ഹൈക്കോർട്ടാണ് ഇത് ബോംബെ ഹൈക്കോർട്ട്. ദെൻ അടുത്തത് 2025 ജനുവരിയിൽ കിഴക്കൻ ഇന്തോനേഷ്യയിൽ സ്ഫോടനമുണ്ടായ സജീവമായ ഒരു അഗ്നിപർവ്വതം ഉണ്ടായിരുന്നു. അതാണ് ഇബു. 2025 ജനുവരിയിൽ ഒരു സജീവ അഗ്നിപർവ്വതത്തിന്റെ സ്ഫോടനം സംഭവിച്ചു. എവിടെയാണ് അഗ്നിപർവ്വതം ഉണ്ടായിരുന്നത്? കിഴക്കൻ ഇന്തോനേഷ്യയിലാണ്. കിഴക്കൻ ഇന്തോനേഷ്യയിൽ സ്ഫോടനം ഉണ്ടായ സജീവ അഗ്നിപർവ്വതമായിരുന്നു ഇത് ഇബു. അടുത്ത പോയിന്റ്, 78ാമത് സന്തോഷ് ട്രോഫി 2024-25 ജേതാവാണ്. പശ്ചിമ ബംഗാൾ ആയിരുന്നു 78ാമത്തെ. വായിക്കുന്നുണ്ട്. (2024-25) വർഷത്തെ സന്തോഷ് ട്രോഫി ജേതാവ്. സന്തോഷ് ട്രോഫി ലഭിച്ചത് പശ്ചിമ ബംഗാളിനാണ്. ഇത് 78ാമത്തെ സന്തോഷ് ട്രോഫി ആയിരുന്നു പശ്ചിമ ബംഗാളിന്. അവരെ എത്രാമത്തെ കിരീടമാണ്? 13ാമത്തെ കിരീടമാണ്. 13ാമത്തെ കിരീടമാണ് 2024-25 സന്തോഷ് ട്രോഫി. ഫൈനലിൽ പശ്ചിമ ബംഗാളിനെതിരെ നിന്നിരുന്നത് ആരായിരുന്നു? കേരളമായിരുന്നു. 2024-25 സന്തോഷ് ട്രോഫി ഫൈനലില് പശ്ചിമ ബംഗാളിനെതിരെ നിന്ന ടീമാരായിരുന്നു? കേരളം. അതിന്റെ സന്തോഷ് ട്രോഫി ജേതാവ് പശ്ചിമ ബംഗാൾ ആയിരുന്നു. എത്രാമത്തെ തവണയാണ് അവർക്ക് കിരീടം ലഭിക്കുന്നത്? 13ാമത്തെ തവണയാണ് അവർക്ക് കിരീടം ലഭിക്കുന്നത്. അടുത്തത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ 75ാം വാർഷികമായിരുന്നു 2025 ജനുവരി. 75ാം വാർഷികമാണ് ഇത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 75ാം വാർഷികമായിരുന്നു 2025 ജനുവരിയിലേക്ക് 75 വർഷം പൂർത്തിയാക്കുന്ന ഒരു കേന്ദ്ര ഭരണ ഒരു ഇതാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് 75ാം വാർഷികം 2025 ജനുവരിയിലേക്ക് വരുന്നത്. 75ാം വാർഷികവും 76ാമത്തെ റിപ്പബ്ലിക് ഡേയുമാണ്. ഇതൊന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ. ദെൻ അപ്പൊ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നായിരുന്നു വന്നത്? 1950 ജനുവരി 25 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യമായി നിലയിൽ വരുന്നത്. 2025 75 വർഷം പൂർത്തിയാക്കിയതാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു പോയിന്റും കൂടെ നോക്കണം. ഈ 2025 തന്നെയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആദ്യമായിട്ട് ഒരു ആദിവാസി വിഭാഗം, ആൻഡമാൻ നിക്കോബാറിലെ ആദിവാസി വിഭാഗമായ ജരാവ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം ആദ്യമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ വരുന്നതും 2025 ജനുവരിയിൽ ആണ്. ഏതാണ് ആദിവാസി വിഭാഗം? ജരാവ. എവിടത്തെയാണ്? ആൻഡോ നിക്കോബാർ. ആൻഡോ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ ഒരു ആദിവാസി വിഭാഗമായ ജരാവ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം ആദ്യമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ വരുന്നതും 2025 ജനുവരിയിലാണ്. ദെൻ അടുത്തത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ 150ാം വാർഷികമായിരുന്നു ഇത് 2025 ജനുവരിയിൽ. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏതാണ്? കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ 150ാം വാർഷികമായിരുന്നു 2025 ജനുവരിയിൽ കൊണ്ടാടിയത്.
കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 75-ാം വാർഷികം, കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ 150-ാം വാർഷികം. പിന്നെ അടുത്തത്, ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ ഒരു ഹരിത ഹൈഡ്രജൻ ഹബ്ബ് ഉദ്ഘാടനം ചെയ്തു. അത് വിശാഖപട്ടണത്താണ്. 2025 ജനുവരിയിൽ ആദ്യമായിട്ട് ഒരു ഹരിത ഹൈഡ്രജൻ ഹബ്ബ്, ഇവിടെ ഹരിത ഹൈഡ്രജൻ ഹബ്ബ് ആദ്യമായി ഇന്ത്യയിൽ ഒരു ഹരിത ഹൈഡ്രജൻ ഹബ്ബ് വരുന്നത് 2025 ജനുവരിയിലാണ്. അതിന്റെ ഉദ്ഘാടനം നടക്കുന്നത് 2025 ജനുവരിയിലാണ്. ആദ്യമായി ഒരു ഹരിത ഹൈഡ്രജൻ ഹബ്ബ് വരുന്നത് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് ആദ്യമായിട്ട് ഒരു ഹരിത ഹൈഡ്രജൻ ഹബ്ബ് വരുന്നത്. വിശാഖപട്ടണം. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ബാങ്ക് ഒക്കെ പോലെ തന്നെ, അതായത് നമുക്ക് എന്തെങ്കിലും സ്കിന്നുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ അത് മാറ്റിവെക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു സ്കിൻ ബാങ്ക്, കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു സ്കിൻ ബാങ്ക് വരുന്നു. അത് വരുന്നത് 2025 ജനുവരിയിലാണ്. എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ആദ്യമായിട്ട് ഒരു സ്കിൻ ബാങ്ക് വരുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ വനിതാ ആംബുലൻസ് ഡ്രൈവർ സിസ്റ്റർ ഫ്രാൻസിസ് 2025 ജനുവരിയിലാണ് അന്തരിക്കുന്നത്. ആരാണ്? സിസ്റ്റർ ഫ്രാൻസിസ്. സിസ്റ്റർ ഫ്രാൻസിസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ആംബുലൻസ് ഡ്രൈവറാണ്. ഫസ്റ്റ് വനിതാ ആംബുലൻസ് ഡ്രൈവറാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ആംബുലൻസ് ഡ്രൈവറായ സിസ്റ്റർ ഫ്രാൻസിസ് അന്തരിച്ചത് 2025 ജനുവരിയിലാണ്. അടുത്തത് ഒരു പുരസ്കാരമാണ്. 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. ഹരിവരാസനം ഹരിവരാസനം പുരസ്കാരം 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ്. അപ്പൊ 2024 ലഭിച്ചതെന്ന് നോക്കണ്ടേ? 2024 ലഭിച്ചത് ആർക്കാണ്? PK വീരമണിദാസനാണ്. 2024 ലഭിച്ചത് PK വീരമണിദാസനാണ്. ആദ്യമായിട്ട് ഒരു വനിതയ്ക്ക് ഹരിവരാസന പുരസ്കാരം ലഭിക്കുന്നത് KS ചിത്രയ്ക്കാണ്. അതേപോലെ ആദ്യത്തെ ഹരിവരാസന പുരസ്കാരം ലഭിക്കുന്നത് KJ യേശുദാസിനുമാണ്. അടുത്തത് നമ്മൾ പറയുന്നത് ഒരു ചുരത്തെ കുറിച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ ചുരം 2025 ജനുവരിയിലാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ ചുരം ഉദ്ഘാടനം ചെയ്തത്. ആ റെയിൽവേ ചുരമാണ് ഇത്? ടണൽ 50. ടണൽ 50 ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ ചുരമാണ്. ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. 2025 ജനുവരിയിലാണ്. ടണൽ 50 നിർമ്മിച്ചിട്ടുള്ളത് ജമ്മു കാശ്മീരിലാണ്. ടണൽ 50 നിർമ്മിച്ചിട്ടുള്ളത് ജമ്മു കാശ്മീരിലാണ്. അതേപോലെ തന്നെ
മറ്റൊരു ടണൽ കൂടി 2025 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ആ ടണലാണ് സോനാമാർഗ് ടണൽ. സോനാമാർഗ് ടണൽ. ഈ ടണലും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. സോനാമാർഗ് ടണലിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ശ്രീനഗറിനെയും അതേപോലെ തന്നെ ശ്രീനഗറിനെയും ലഡാക്കിലെ ലേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചുരമുണ്ട്. ആ ചുരം ഏതാണ്? സോജില ചുരം. ഏത് ചുരമാണ്? ശ്രീനഗറിനെയും ലേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ആ സോജില ചുരത്തിന്റെ കൂടെ പോകുന്ന ഒരു ദേശീയ പാതയുടെ ഉള്ളിലാണ് ഈ സോനാമാർഗ് ടണൽ ഉള്ളത്. ഈ സോനാമാർഗ് ടണലും കൂടി 2025 ജനുവരിയിലാണ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇനി അടുത്തത് നമ്മൾ കുറച്ച് പദ്ധതികളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് കവചം പദ്ധതിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ 2025 ജനുവരിയിലാണ് കവചം പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. കവചം എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പ്രകൃതി ദുരന്തങ്ങൾ, കേരളത്തിൽ വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയിക്കാനുള്ള ഒരു സംവിധാനം എന്ന രീതിയിലാണ് കവചം പദ്ധതി വരുന്നത്. കവചം എന്ന പദ്ധതിയുടെ പ്രത്യേകത കേരളത്തിൽ വന്ന 2025 ജനുവരിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് ഏത്? കവചം പദ്ധതി. അതായത് നമുക്ക് വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ ദേശീയ പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഏത്? കവചം പദ്ധതി. 2025 ജനുവരിയിൽ കേരള മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ കവചം പദ്ധതി പോലെ തന്നെ ഒരു പദ്ധതിയാണ് കവച് എന്ന് പറയുന്നത് റെയിൽവേന്റെ പദ്ധതിയാണ്. അത് എന്ന് പറയുന്നത് 2 ട്രെയിനുകൾ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാനുള്ള ആ കൂട്ടിമുട്ടൽ ഒഴിവാക്കാനുള്ള റെയിൽവേന്റെ ഒരു പദ്ധതിയാണ് കവച്. അത് കവചാണ്. ഇത് കവചമാണ്. ഇനി അടുത്തൊരു പദ്ധതി എന്ന് പറയുന്നത് സമ്പൂർണ്ണ പ്ലസ് ആണ്. സമ്പൂർണ്ണ പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കുറിച്ച് മാതാപിതാക്കൾക്ക് അവരുടെ സ്കൂളിൽ എല്ലാ ദിവസവും പോകുന്നുണ്ടോ, അല്ലെങ്കിൽ സ്കൂളിൽ എങ്ങനെയാണ് അവരെ പഠന നിലവാരം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്നതിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ആപ്ലിക്കേഷനാണ് കേരള വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് സമ്പൂർണ്ണ പ്ലസ്. സമ്പൂർണ്ണ പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ കുട്ടികളെ കുറിച്ച് അവരുടെ രക്ഷിതാക്കൾക്ക് പഠന നിലവാരത്തിലുള്ള ബോധം അറിയാൻ, അതായത് സ്കൂളിൽ എല്ലാ ദിവസവും പ്രസന്റ് ആണോ, അതേപോലെ സ്കൂളിലെ പഠന നിലവാരം എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ആപ്ലിക്കേഷനാണ് സമ്പൂർണ്ണ പ്ലസ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്ന ഒരു ആപ്ലിക്കേഷനാണ് സമ്പൂർണ്ണ പ്ലസ്. അതുപോലെ അടുത്തൊരു പദ്ധതിയാണ് DDAD. അടുത്ത പദ്ധതിയാണ് DDAD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ അതേപോലെ ഇന്റർനെറ്റുകളിൽ കുട്ടികളുടെ ദുരുപയോഗം തടയുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് DDAD. കുട്ടികൾക്ക് മൊബൈൽ ഫോൺ അതേപോലെ ഇന്റർനെറ്റ് മുതലായവയിലുള്ള ദുരുപയോഗം തടയുന്നതിന് വേണ്ടി കേരള പോലീസ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് DDAD. ഇനി ഗാർഹിക പീഡനത്തിൽ പിന്നെ അടുത്തൊരു പദ്ധതിയാണ് കാതോർത്ത്. കാതോരമല്ലേ, കാതോരം വേറൊരു പദ്ധതിയാണ്, കാതോർത്താണിത്. കാതോർത്ത് എന്ന പദ്ധതി എന്താണെന്ന് വെച്ചാൽ 2025 ജനുവരിയിലാണ് കാതോർത്ത് എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. കാതോർത്ത് എന്ന് പറയുന്നത് കേരളത്തിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. ഗാർഹിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അവർക്കുള്ള ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കാതോർത്ത്. ഗാർഹിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക്
സ്ത്രീകളെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇത് കാതോർത്ത് എന്ന പദ്ധതി. കാതോർത്ത് എന്ന പദ്ധതി കൊണ്ടുവരുന്നത് ആരാ? കേരള സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പാണ്. ഇതിൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ അവരെ പരാതിയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു പദ്ധതിയും ഉദ്ഘാടനം ചെയ്യുന്നത് 2025 ജനുവരിയിലാണ്. അടുത്തത് നമ്മൾ പറയുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും മാർട്ടിൻ ഗപ്റ്റിൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും മാർട്ടിൻ ഗപ്റ്റിൻ വിരമിച്ചു. 2025 ജനുവരിയിലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും മാർട്ടിൻ ഗപ്റ്റിൻ വിരമിക്കുന്നത്. അദ്ദേഹം ന്യൂസിലാൻഡ് ഓപ്പണർ ആയിരുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ന്യൂസിലാൻഡ് ഓപ്പണർ ആരാണ്? മാർട്ടിൻ ഗപ്റ്റിൻ. 2025 ജനുവരിയിലാണ് അദ്ദേഹം വിരമിക്കുന്നത്. അടുത്തത് കേരളത്തിലെ സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ ആരാണ്? തൃശ്ശൂരായിരുന്നു ഇപ്രാവശ്യത്തെ സംസ്ഥാന സ്കൂൾ തല ജേതാക്കൾ. അടുത്ത 63ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന വേദി ഏതാണ്? തിരുവനന്തപുരമാണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന വേദി. 2025 സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ ആരായിരുന്നു? തൃശ്ശൂർ. അപ്പം ഇത്രയുമാണ് 2025 പ്രധാനപ്പെട്ട ജനുവരിയിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി ഓരോ മാസത്തെയും കറണ്ട് അഫയേഴ്സിന്റെ നടക്കുന്ന പ്രധാന സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.